ഗുഡ് മോർണിംഗ് ജീസസിലേക്ക് വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം. തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ ബുദ്ധിയുള്ള ആരാധനയും ബുദ്ധിയില്ലാത്ത ആരാധനയും തമ്മിൽ വേർതിരിച്ച് ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രൈസ്തവർ എല്ലാവരും തന്നെ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. സർവശക്തനായ ദൈവപിതാവിനെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും ആരാധിക്കുന്നവരാണ് ക്രൈസ്തവർ. ഇത് 100% ശരിയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയും ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അങ്ങനെ സത്യ ആരാധന നടത്തുമ്പോൾ പോലും അതിൽ ബുദ്ധിയില്ലാത്ത ആരാധനയുടെ ചില അംശങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചൊഴിയുവാനും ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന ആശംസയോടെ ഈ പരമ്പര ആരംഭിക്കട്ടെ. ആരാധനയ്ക്ക് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട്. ആദ്യ മാതാപിതാക്കളായ ആദാമിന്റെയും ഹവ്വയുടെയും മക്കളായ കയീനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാൻ പോയതാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്ന ആദ്യ ചരിത്രം. അവരിരുവരും ദൈവത്തിന് വഴിപാട് കഴിച്ചത് ഒരേ സ്ഥലത്തായിരുന്നു. അതുപോലെ തന്നെ ഇരുവരും ആരാധന കഴിച്ചത് സത്യ ദൈവത്തിന് തന്നെയായിരുന്നു. പക്ഷേ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് കയീനിലും അവന്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് ഒരേ ദൈവത്തെ ആരാധിച്ചവരുടെ ഇടയിൽ ഈ വ്യത്യാസം വന്നത്? നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതിന്റെ ഉത്തരം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് നൽകുന്നു. വിശ്വാസത്താൽ ഹാബേൽ കയീനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ ഒരേ സ്ഥലത്ത് ആരാധിച്ചിട്ടും ഒരേ ദൈവത്തെ ആരാധിച്ചിട്ടും ആരാധനയിൽ വ്യക്തിപരമായ ഒരു ഘടകത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഘടകം മറ്റൊന്നുമല്ല, അതാണ് വിശ്വാസം. ആ വിശ്വാസം എന്തായിരിക്കണം? അതും അപ്പോസ്തലൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിന്റെ അർത്ഥം വ്യക്തമായ ഒരു ദൈവ ബോധമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ്. പല ക്രൈസ്തവരും ദൈവത്തെപ്പറ്റി കൃത്യമായ ഒരു ധാരണ പുലർത്തുന്നില്ല എന്ന് പലപ്പോഴും വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ തോന്നാറുണ്ട്. ദൈവം ഉണ്ടായിരിക്കും, ദൈവത്തെ വിളിക്കാതിരുന്നാൽ എങ്ങനെയാണ്, ഞായറാഴ്ച പള്ളി വരെയോ അല്ലെങ്കിൽ ആരാധന സ്ഥലത്ത് പോകാതിരുന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ കരുതി ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. അത് ശരിയായ ഒരു ആരാധനാ മാർഗമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും വിശ്വസിക്കണം. പ്രതിഫലം എന്ന് പറയുന്നത് അപ്പോൾ ലഭിക്കുന്ന ചില കാര്യസാധ്യങ്ങളല്ല. അതിനപ്പുറമായിട്ട് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ ആകത്തുകയാണ് പ്രതിഫലം. അപ്പോൾ ഈ 2 ബോധ്യങ്ങൾ നമുക്കുണ്ടാകും. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ യാഗം കഴിച്ച് അവൻ നീതിമാൻ എന്ന സാക്ഷ്യം പ്രാപിച്ചു എന്നാണ് ഹാബേൽ. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ ഒരു മർമ്മമായും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടും വന്ന വിശ്വാസത്താലുള്ള നീതീകരണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ കാൽവറി ബലിമരണത്തിൽ കൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന വിശ്വാസം ഹാബേലിലൂടെ മാർമികമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി കയീന്റെ ആരാധന ഒരു ചടങ്ങ് മാത്രമായിരുന്നു. അവൻ വഴിപാട് കഴിച്ചു. പക്ഷേ ആ വഴിപാടല്ല നീതീകരിക്കുന്നത്, വിശ്വാസമാണ് നീതീകരിക്കുന്നത്. കയീൻ അത്രയൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ ഒരു വഴിപാട് കഴിച്ചു, അത്ര തന്നെ. അങ്ങനെ ദൈവപ്രസാദമില്ലാത്തവനായി തീർന്നു. ദൈവപ്രസാദം ലഭിക്കാത്തത് കൊണ്ട് എന്താണ് തകരാറെന്ന് ചോദിച്ചാൽ അത് പാപത്തിലേക്കുള്ള വഴിയാണ്. നമുക്കറിയാം അടുത്തതായിട്ട്
കയീൻ സഹോദരന്റെ കുലപാതകനായി മാറുന്നു. തീർന്നില്ല, അവൻ ശപിക്കപ്പെട്ടവനായി ദൈവസന്നിധിയിൽ നിന്ന് പോകുന്നു. നോക്കൂ, ദൈവപ്രസാദമില്ലാത്ത ആരാധനയുടെ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കുമെന്ന് കയീൻ നമ്മെ ചൂണ്ടിക്കാണിക്കും. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആരാധനയിൽ വിശ്വാസം ഒരു അഭിവാജ്യ ഘടകമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആരാധനാ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, വ്യക്തിവിദ്വേഷങ്ങൾ ഇതൊക്കെ വലിച്ചുകൊണ്ട് വന്നിട്ട് വിശ്വാസത്തോടെ നടത്തേണ്ടതായ ആരാധനയെ പലപ്പോഴും ബുദ്ധിയില്ലാത്ത ആരാധനയാക്കി മാറ്റി അവിടെ ആരാധനാ സ്ഥലത്തും ആരാധന അനന്തരമൊക്കെയും തന്നെ പരസ്പര വിദ്വേഷവും വെല്ലുവിളികളും കയ്യാങ്കളികളും ഒക്കെ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയല്ല കഴിച്ചത് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരാധനയിൽ ഒരു മാറ്റം, ആരാധിക്കുമ്പോഴൊക്കെ അത് സമൂഹത്തിൽ നമ്മൾ ആരാധിക്കുമ്പോഴും അതൊരു വ്യക്തിപരമായ വിശ്വാസത്തിന്റെ പ്രകടനമായിട്ടും വ്യക്തിപരമായ ദൈവത്തോടുള്ള ഒരു ഏകീകരണത്തിന്റെ ഭാവമായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ദൈവപ്രസാദം ലഭിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക.